സഹോദരന്മാരെ, അഹ്കാമുൽ മുദൂദിനെ സംബന്ധിച്ചാണ് നാം ഇത്രയേറെ ചർച്ച ചെയ്തത്. മദ്ദുകൾ രണ്ട് രൂപത്തിൽ, ഒന്ന് മദ്ദുൽ അസ്ലി, രണ്ട് മദ്ദുൽ ഫർഇ. ഇവകൾ ഉച്ചരിക്കേണ്ട രൂപവും അതിന്റെ നിയമവും നാം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനിയും അതിനോട് ആസ്പദമായിട്ടുള്ള ഒരു വിഷയമാണ് അൽ ഹുറൂഫുൽ മുഖത്തഅ. അൽ ഹുറൂഫുൽ മുഖത്തഅ, അക്ഷരം മുഖത്തഅയായി അറിയപ്പെടും. അറിയണം 14 മാത്രമേ. സൂറത്തിന്റെ ആരംഭത്തിലായി വരുന്നൊരു ഹർഫാണ് മുഖത്തഅയോർമിച്ചോ. ഹർഫാണ് മുഖത്തഅയോർമിച്ചോ. അക്ഷരം മുഖത്തഅയായി അറിയപ്പെടും. അറിയണം 14 മാത്രമേ. സൂറത്തിന്റെ ആരംഭത്തിലായി വരുന്നൊരു ഹർഫാണ് മുഖത്തഅയോർമിച്ചോ. ഹർഫാണ് മുഖത്തഅയോർമിച്ചോ. ഹാഉം യാഉം ത്വാഉം ഹാഉം റാഉം അതിലൊരു ഇനമാണ്. ഹാഉം യാഉം ത്വാഉം ഹാഉം റാഉം അതിലൊരു ഇനമാണ്. നൂനും കാഫും സ്വാദും ഐനും തീനും ലാമും കാഫുവമ. ഇർക്കമദാദ്യം ചൊല്ലിയ 5 അക്ഷരം മദ്ദുൽ അസ്ലി. ദീർഘം കൂടിയ മദ്ദുകളാണ് ബാക്കിയും. ദീർഘം കൂടിയ മദ്ദുകളാണ് ബാക്കിയും. ഇതാണ് ഹുറൂഫുൽ മുഖത്തഅ. അതായത് സൂറത്തുകളുടെ, ഖുർആനിലെ സൂറത്തുകളുടെ ആരംഭത്തിൽ വരുന്ന ഒറ്റയൊറ്റ അക്ഷരങ്ങളാണ് ഈ 14 അക്ഷരങ്ങൾ. നോക്കൂ, ഒന്ന് ഹയ്യുൻ ത്വഹറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വാക്കിൽ അടങ്ങിയിട്ടുള്ള 5 അക്ഷരങ്ങൾ ഹയ്യുൻ ത്വഹറ. ബാക്കി 8 അക്ഷരങ്ങൾ നഖസ്വ അസലുക്കും. നഖസ്വ അസലുക്കും. അലിഫ്. ഇങ്ങനെ 14 അക്ഷരമാകുന്നു സൂറത്തിന്റെ ആരംഭങ്ങളിൽ വരുന്ന ഒറ്റ അക്ഷരങ്ങൾ. ഇവക്ക് ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറയുന്നു. എന്നാൽ ഈ അക്ഷരങ്ങളിൽ ആദ്യം പറഞ്ഞ ഈ 5 അക്ഷരം, ഇതിനെ സംബന്ധിച്ച് നമ്മുടെ മദ്ദുൽ അസ്ലിയെ പറ്റി സംസാരിച്ചപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ 5 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ 2 മാത്രമേ നീട്ടാൻ പാടുള്ളൂ. ഏതുപോലെ നോക്കൂ, ത്വാഹ, ത്വാവും ഹാവും ഇത് വന്നിരിക്കുന്നു. ത്വാഹ, ത്വാ പ്ലസ് ഹ, ത്വാഹ. ഈ 2 മാത്രമേ നീട്ടാൻ പാടുള്ളൂ. എന്നാൽ ബാക്കി വരുന്ന ഈ 8 അക്ഷരങ്ങൾക്കും അസാമാന്യ ദീർഘം കൽപ്പിക്കേണ്ടതുണ്ട്. കാരണം ഓരോരോ അക്ഷരങ്ങളും എടുത്ത് സെപ്പറേറ്റ് എഴുതുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഈ അക്ഷരം നൂനാണ്. നൂൻ എങ്ങനെ എഴുതാറുള്ളത്? നൂൻ എന്ന് വെച്ചാൽ മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായി സുക്കൂൻ വന്നു. അപ്പോൾ ഇവിടെ 6 മാത്രം നീട്ടണം എന്നാണ് നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ ഖാഫ്, അതും അതുപോലെ തന്നെ. ഇത് നോക്കൂ, ഖാഫ് മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നു. ഇവിടെയും മദ് ലാസിമാണ്, ഇവിടെയും 6 മാത്രം നീട്ടണം. സ്വാദും അതുപോലെ തന്നെ. ഐന്, ഐൻ എങ്ങനെ എഴുതാറുള്ളത്? ഐൻ ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം, ഇവിടെ മദ്ദക്ഷരം ഇവിടെ ഇല്ല. ഇവിടെ വന്നത് നേരത്തെ നമ്മൾ പഠിച്ച മദ്ദുല്ലീനാണ്. അതായത് യാ എന്ന അക്ഷരത്തിന് സുക്കൂൻ വന്നിരിക്കുന്നു. തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് ഫത്ഹ് വന്നിരിക്കുന്നു. തൊട്ട് പിന്നിൽ സുക്കൂൻ, അതായത് വഖഫ് ആയതുകൊണ്ട് ഇതിനെ 4 മാത്രം നീട്ടിച്ചൊല്ലൽ ലീനാണ് എന്നാണ് നേരത്തെ പഠിച്ചത്. അപ്പോൾ ഐന് നമുക്ക് 4 മാത്രം നീട്ടാം. സീന് എങ്ങനെ എഴുതാം? സീന്, സീൻ കണ്ടോ, മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നു, ഇവിടെയും 6 മാത്രം. ലാം എങ്ങനെ എഴുതാം? ലാം മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നു, ഇവിടെയും 6 മാത്രം. അങ്ങനെ ഈ 8 അക്ഷരവും നമുക്ക് 6 മാത്രം നീട്ടേണ്ട അക്ഷരങ്ങളാണ്, ഒന്നൊഴിച്ച്. അതായത് ഐന് ലീനിന്റെ അക്ഷരമായതുകൊണ്ട് 4 മാത്രമേ നീട്ടാൻ പാടുള്ളൂ. ചുരുക്കത്തിൽ സൂറത്തുകളുടെ ആരംഭത്തിൽ വരുന്ന ഈ 13 അക്ഷരം
13 അക്ഷരത്തിൽ ഈ 5 അക്ഷരം മദ്ദുൽ അസ്ലിയുടെ ഹുക്കുമാണ്. അതായത് രണ്ട് മാത്രമേ നീട്ടാൻ പാടുള്ളൂ. ബാക്കിയുള്ള ഈ 8 അക്ഷരത്തിൽ ഐനൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം 6 മാത്രയും ഐന് 4 മാത്രയുമാണ് നീട്ടേണ്ടത്. അലിഫ് എന്ന് പറഞ്ഞാൽ അവൻ സ്വതന്ത്രനാണ്, അവൻ മദ്ദിനെ സ്വീകരിക്കുകയില്ല, അവൻ മദ്ദില്ല. ഇതാണ് ഹുറൂഫുൽ മുഖത്തഅ.